എന്റെ അമ്മേ. എന്താടാ ഒരു വൈക്ലഭ്യം? ഓ, നാളെ സ്റ്റെപ്പ് തിരിച്ചു കയറണോന്ന് ആലോചിച്ചിട്ടാ. വേണ്ടടാ, നിനക്ക് വേണ്ടി ക്ലാസ് റൂം നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കാം. വലിയ ഉപകാരം. അതെ, ഒരവർ കട്ട് ചോദിച്ചിട്ട് നിന്റെ അച്ഛനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നാളെ മാരിനിക്ക് അങ്ങ് പോവാം. ഏയ് അതൊന്നും ശരിയാവില്ല, വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. എന്താടാ പ്രേമ? അങ്ങനെയൊന്നുമില്ല. കണ്ടോ മോളെ, ഒരു ആംബിയർ ഇല്ലാത്തവന് ഒന്ന് വരട്ടിയപ്പോഴേക്കും ദേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇവനെ വിശ്വസിച്ചാണോ നീ ക്ലാസ്സിൽ കയറാതെ കോണിയുടെ ചോട്ടിൽ കുടുങ്ങി നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടി. അത് ചോദിക്കാൻ താനാരാ? അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമ. അങ്ങനെ പറ. നാളെ അവളുടെ അപ്പൻ ചോദിച്ചാൽ നീ അങ്ങനെ തന്നെ പറയണം. ഇനി മോള് കുടുങ്ങിക്കോട്ടെ. പ്രായം തെറ്റിന്റെ വിഷമം ഒരിടത്ത് മാറും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? ആ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടാ. എന്താന്ന് അറിയില്ല അളിയാ, ഇതൊക്കെ കാണുമ്പോ ഒരു അസൂയ. അതെ, ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ മുതൽ വെള്ളം അടിക്കാം. നാളെ സമരം. എന്തിന്? നമ്മുടെ വോളിബോൾ കോർട്ടില്ലേ, അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. പുതിയ വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ട് മതി കൺസ്ട്രക്ഷൻ എന്ന സമരക്കാര്. എന്നാ നാളെ മുതൽ നമ്മളും സമരത്തിൽ. നമ്മുടെ പഴയ സമരമുറ. അത് പഴശ്ശിര മുറയല്ലേ, ഒളിപ്പോര്, ഒളിച്ചിരുന്നുള്ള പോര്. നീ നോക്കിക്കൊടത്തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ. പഴയ പുലികളാണത്രേ, ചെറ്റകള്. അടിയുടെ മണം കിട്ടിയപ്പോഴേ അവന്മാര് മുങ്ങി. എനിക്ക് ആദ്യം തോന്നിയിരുന്നു നമുക്കിട്ടുള്ള പണിയാണെന്ന്. അതെങ്ങനെ അപ്പോഴേക്ക് വിളി ചാടി ഇറങ്ങിയില്ലേ? എന്തെങ്കിലും അലമ്പുണ്ടായ അവന്മാര് മുമ്പ് കയറി നിൽക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് പേടി തുറികളാണെന്ന് ഞാൻ അറിഞ്ഞു. നോക്കിയേ ചേട്ടന്മാര് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിച്ചോണം, ശോധനയ്ക്ക് നല്ലതാ. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കും. കോളേജിലെ കാര്യങ്ങളൊക്കെ ചേട്ടന്മാരേറ്റു. അങ്ങനെ പേക്കേണ്ട. ഗുണ്ടസരിക്കിന് എഴുതി തീർന്നാ ഞങ്ങൾ ക്യാമ്പസിലോട്ട് തന്നെ വരുന്നത്. എടാ, ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? എടാ, ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി കന്നന്തിരിവ് കാണിക്കുന്നതിന് മുമ്പ് അടി ഏതൊക്കെ വഴിയിൽ വരുന്നുള്ള കാര്യം വേണ്ടി ആദ്യം നോക്കി വെക്കാം. അതൊക്കെ ശരിയായിക്കോളും. എക്സ്പീരിയൻസിന്റെ കുറവ്. 4 പേരും വികലാംഗരാണെന്ന് അറിഞ്ഞില്ല. നട്ടലിന്റെ കുറവേ. ഹലോ, അത് വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ. ചേട്ടന്മാര് കൊണ്ടുവന്ന കൊട്ടയം വെട്ടിയെടുത്തോ. എന്നിട്ട് പുതിയ വല്ല സമരമുറ ഉണ്ടെങ്കിലേ അറിയിക്കേ. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഴശ്ശി അത്ര ഏറ്റില്ല. നീയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ വളം വെച്ചു കൊടുക്കണേ. തല്ലുള്ളി തരുമല്ലേ കാണിക്കണേ? കാശിന്റെ ഹുങ്ക് അല്ലാണ്ടത്താ. കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച് ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ച് റിസോർട്ടിൽ റൂം എടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതും രാത്രിയിൽ വെച്ച് കള്ള. ഈ പ്രായത്തിൽ എനിക്കുണ്ടൊരു മോള്. അവളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയെന്നറിയോ? നല്ല തൂശനില വെട്ടിയിട്ട് തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വച്ച്. അതാണ് അവള് ചിത്തറിന്റെ ക്ലാസിലൂടെ ഒളിച്ചോടി പോയത്. എടുക്കണ ഒരെണ്ണം കൂടി. നീ എന്താ മുന്നേ ചിറി ചോരുന്നു. എന്നാ കൂടിയാണ് ചേർക്ക, കൂമ്പ് വാടിപ്പോവും. കത്തുരി മാമ്പഴ കാക്ക കൊത്തി പോയി. അയ്യോ, പപ്പൂസ് കൊത്തി പോയി. നീ അവസാനായിട്ട് പറയാൻ ഞാൻ ഇനി നിന്നെ അവന്റെ കൂടെ കണ്ട നീ നോയിക്കോടി. എന്റെ മുന്നിൽ കിടന്ന നാറി മുത്ത് അഴിഞ്ഞാടുന്ന നിന്റെ നീ വന്നേ, നിനക്കാണ് സൂക്കേട്. ഒരു ഐസ്ക്രീം നീട്ടി കാണിച്ചാ മാത്രം ഇട്ടോണ്ട് ഷോ കാണിക്കുന്ന വെടക്കവള്. നീ എന്താണോ ഇവളുടെ മാത്രമല്ല, ലോകത്തൊരു പെണ്ണിന്റെ ഏറും പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പപ്പുവിന് വീണ്ടും ആ പഴയ സൂക്കേട് തുടങ്ങിന്നാ തോന്നുന്നത്. ഇത്തിരി ഇല്ലാത്ത പെങ്കൊച്ചു വരെ വീണു. എന്നാ പിടിച്ചോ, ഇനി എറിയുമ്പോ പറയണേ. ജെനി, നീ ഈ കാണിക്കുന്നത് പരമ ബോറ. പപ്പുവിന് എല്ലാം ഒരു നേരം പോക്കാ. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ കരയേണ്ടി വരുവേ. കരയുമ്പോ ഞാൻ വിളിക്കാം. കണ്ണീരൊപ്പം വന്നേക്കണേ. നീ എന്നെ കോപ്പാടോട് ഉണ്ടാക്കുന്നേ. എടാ, ഞാൻ ഇവിടെ നാടകത്തിന്റെ ഒരു BG സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അതെ, ആർട്സ് നമ്മുടെ ഒരു പരിപാടി, നമ്മുടെ സിഗ്നേച്ചറിലെ കലക്കം പരിപാടി. അപ്പൊ അവൻ വരണ്ടേ? ഇവളോട് ഒലിപ്പിച്ച് ഒടുക്കം മറ്റേ ചെക്കൻ്റെ ഇവൻ പണി മേടിക്കുന്ന തോന്നണേ. മതി കുറുങ്ങിയത്. വാടാ. ഫസ്റ്റ് ഇയർ PG കുട്ടികൾ അവതരിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കലോപഹാരം.
കാണണേ, ഞങ്ങളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരായേ. ഏലത്തിന് ഇപ്പൊ എന്നാ വില? ആ കുരുമുളകിനോ? ആ പോട്ടെ, റബ്ബറിനോ? ഈ കൂതറ റബ്ബറിനുണ്ട് 2 രൂപ, ഡിസ്നി ആണെങ്കിൽ 10 രൂപ. കേട്ടോ കേട്ടോ, ഇവന് അതെങ്കിലും അറിയാം. നിനക്കോ? അത്ര വലിയ അത്യാവശ്യമാണ്, ഞാൻ വേണേൽ വിളിച്ചു വെച്ചിട്ട് പറയാം. ആ, നിനക്ക് വിളിച്ചു ചോദിക്കണം. എടാ, മാളിക്കൽ മാത്തുക്കുട്ടിച്ചായനോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുമായിരുന്നു മാർക്കറ്റ് എന്നതാന്ന്. നിന്റെ അപ്പന്റെ കാര്യാ പറഞ്ഞത്. രാവിലെ എന്റെ അപ്പനെ വിളിക്കാനാണോ നിന്റെ പപ്പ വന്നിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ മോൾക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം. എന്ത്? ആ, മനസ്സമാധാനം. മനെ, നീ കാലത്ത് തന്നെ വെള്ളമടി തുടങ്ങുമെന്ന് ഇവൾ എന്നോട് പറഞ്ഞതാ. നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? നേരം വെളുക്കുന്നേടം വരെ ക്ലബിലിരുന്ന് ചീട്ടുകളിയാണെന്ന് ഞാൻ അറിഞ്ഞതാ. എന്നിട്ടും നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? പക്ഷെ ഇപ്പോ നീ കോളേജിൽ പോണെന്ന് അറിഞ്ഞപ്പോ എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ തകർന്നു പോയടാ. അതപ്പാ സ്കൂളിൽ പോകാത്തോണ്ടാ. ഡാടാ, നീ മിണ്ടായിരടാ. മനെ, എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. വെറുതെ വീട്ടിലിരുന്ന് തിന്നുകുടിച്ച് ബോറടിക്കണ്ടെന്ന് കരുതിയാണ് നിന്നോട് ഞാൻ പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞത്. എടേ, യൂത്ത് വിങ്ങിന്റെ 18 ജനറൽ സെക്രട്ടറിമാരിൽ ഒരെണ്ണം ഇവന് വേണ്ടി ഞാൻ റിസർവ് ചെയ്തു വെച്ചതാ. പക്ഷേ അതും ഇവന് വേണ്ട. വല്യപ്പച്ച ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ ഈ പഠിപ്പൊക്കെ നിർത്താം. സെക്രട്ടറി ആക്കണമൊന്നുമില്ല. കണ്ടോടാ, കണ്ടോ? ഇതാണ് സ്പിരിറ്റ്. താങ്ക് യു. വീണ്ടും പുച്ഛം. പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിന്റെ മണ്ടയിൽ ഇതൊന്നും കയറുകയല്ല. പപ്പ ചെല്ല്, മീറ്റിംഗ് വൈകണ്ട. ഓ, ശരിയാ. അപ്പാപ്പ ഇറങ്ങട്ടെ മക്കളെ. എന്താ, ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലേന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലുമൊക്കെ ആയിട്ട്. കുറെ ഉണ്ടല്ലോ.